Good afternoon, all. Good afternoon, ma'am. Afternoon. Good afternoon. Good afternoon. എല്ലാവരും കയറി കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കാം, നമ്മള് ഡിസാസ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മള് നെക്സ്റ്റ് ക്ലാസ്സില് എന്താണ് ഇനി എടുക്കാനുള്ളത്, ട്രീറ്റ്മെന്റ് ഏരിയാസ് ക്ലിയർ തുടങ്ങിയല്ലേ നമ്മൾ എടുക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിരുന്നോ? നിങ്ങൾ എടുത്തതൊക്കെ വായിച്ചു നോക്കിയിരുന്നോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. കുറച്ച് പോയിന്റ്സ് പോർഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഒന്നും പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പെട്ടെന്ന് തന്നെ ദുരന്ത നിവാരണത്തിലേക്ക് ഏർപ്പെടേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം, അത് ഒരു ദുരന്തം വരുന്നു എന്നുള്ള അറിയിപ്പിനോട് ചേർന്ന കുറെ കാര്യങ്ങളാണ്. ഇനി ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ രോഗികളെയൊക്കെ തരംതിരിച്ച് അല്ലെ കൈകാര്യം ചെയ്യണമെന്നുള്ള ടാഗൊക്കെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്ത് നോക്കാം. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്, ലൈഫ് ത്രെട്ടനിങ്, ഹെമറേജ്, അതായത് നമുക്കറിയാം അധികം പ്രധാനമായിട്ടും ജീവന്റെ ഭീഷണി നിലനിൽക്കുന്ന രോഗികള്, അല്ലെങ്കിൽ രക്തം അല്ലെ എത്രയും പെട്ടെന്നൊക്കെ രക്തസ്രാവം അല്ലെ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ജീവന് അപകട ഭീഷണി നിലനിൽക്കുന്ന എമർജൻസി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് അത്തരം വിവാഹക്കാരെ തിരിക്കുക. സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സർജറി ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. അതായത് സർജറി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ സീരിയസ് ആയിട്ടുള്ള അല്ലെ ശസ്ത്രക്രിയ ഗുരുതരമായിട്ടുള്ള കേസുകൾ ആവശ്യമുള്ളവരുണ്ട്. നെഞ്ചിന്റെ അതേമാതിരി തന്നെ എന്താണ് വയറിന്റെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തായാലും ആഘാതമുള്ള പേഷ്യൻസ് എത്രയും പെട്ടെന്നൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അർജൻസി ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾ. ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര എന്ന് വെച്ച് കഴിയുമ്പോൾ തുറന്ന ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒടിവ് ചതവ് കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കേസുകളൊക്കെ സർജറി വിഭാഗത്തിലേക്ക് തരംതിരിച്ച് നിർത്തുക. ഡെലിവറി സ്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ എന്താ പറയാ ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഏതൊക്കെ സമയത്തും ഏത് രോഗികളും ഉണ്ട് അല്ലെ. അപ്പൊ ആ ടൈമിലും വിമൺ ഇൻ ലേബർ നമുക്കറിയാം പെയിനുള്ള സ്ത്രീകൾ ഉണ്ടാവാം. കോംപ്ലിക്കേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻ, സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളും ഉണ്ടാവാം. എന്താണ് ട്രാൻസ്മിറ്റലൈസ്ഡ് പ്രഗ്നന്റ് വുമൺ, അതായത് മുറിവേറ്റ അല്ലെ. നമുക്ക് ഇതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഈ ഒരു അത്യാഹിതവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്തെങ്കിലും ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള മുറിവുകളോട് കൂടിയ പ്രഗ്നൻസി കേസുകളുള്ള വിമണുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ ഡെലിവറി സ്യൂട്ട് ആ വിഭാഗത്തിലേക്ക് തരംതിരിക്കുക. ICU അല്ലെ, ICU എന്ന് പറയുമ്പോൾ മെഡിക്കൽ എമർജൻസി, അതായത് മെഡിക്കൽ ആയിട്ടുള്ള എമർജൻസി പേഷ്യൻസിന് അത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട, നമ്മളിങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുമ്പോൾ ആ ഘട്ടത്തിലേക്ക് ഓരോരുത്തരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടാണ് ഇങ്ങനെ തരംതിരിക്കുന്നത്. അതേമാതിരി തന്നെ OPD ഏരിയ, അതിലൊരു ചെറിയ കറക്ഷൻ വരുത്താനുണ്ട്. OPD ഏരിയയിലാണ് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് വരുന്നത്. ഒന്ന് ജസ്റ്റ് നോക്കുക, മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് വരുന്നത് OPD-യിലാണ്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആ ഒരു വന്ന് ചികിത്സിച്ച് പോകാൻ പറ്റുന്ന മൈനർ ഇഞ്ചുറീസും അല്ലെങ്കിൽ അല്ലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക്
നീക്കാവുന്ന പേഷ്യൻസ് അല്ലെ, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്ത് നീക്കാവുന്ന പേഷ്യൻസിനൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ തന്നെ അൺസാർഗേറ്റബിൾ കേസസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് എമർജൻസി റൂമിലാണ് 6 വിഭാഗം കേസുകളെ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ചികിത്സിച്ചാലും ചിലപ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത കേസുകൾ. നമുക്കറിയാം, ഡോക്ടേഴ്സിന് തന്നെ അറിയാം അല്ലെ, ചിലപ്പോ വല്ല മിറക്കള് എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിച്ചാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുന്ന എമർജൻസി കേസുകൾ മാത്രമാണ് ഈ ഒരു വിഭാഗത്തിൽ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, OPDയുടെ അണ്ടറിൽ വരുന്നത് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. ക്ലിയർ ആയോ? OPDയുടെ അണ്ടറിൽ വരുന്നത് മൈനർ ഇഞ്ചുറീസ് ആൻഡ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. എമർജൻസി റൂമിന്റെ അണ്ടറിലാണ് അൺസാൽവേജബിൾ കേസസ് എന്ന് പറയുന്നത്. അത്തരം കേസുകൾ എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാൻ സാധ്യതയില്ലാത്ത കേസുകൾ ഡോക്ടേഴ്സിന് തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുമായിരിക്കും അല്ലെ. നമുക്കറിയാം, ചിലപ്പോ ഒരുപാട് പ്രോബ്ലംസ് ഒന്നിച്ച് വന്നിട്ടുണ്ടാവും അല്ലെ. നമുക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും, ഹേർട്ടിന്റെ ഡിസീസസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടുള്ള പേഴ്സൺസ് രോഗികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ എന്താണ് നമുക്കറിയാം, രോഗത്തിന് എന്തെങ്കിലും മിറക്കിൾ സംഭവിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ ചാൻസ്, അങ്ങനെയുള്ള കേസുകളാണ് എമർജൻസി റൂമിലേക്ക് മാറ്റുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് 6th എന്ന് പറയുന്നത് റേഡിയോളജി, ഫ്രാക്ചർ ടു എന്താണ് ഓർത്തോപീഡിക്സ് ആൻഡ് ദെൻ, അതായത് നമ്മുടെ എല്ല് അല്ലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ചതവുകൾ എന്തെങ്കിലും ഫ്രാക്ചറുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ റേഡിയോളജി ആ ഒരു വിഭാഗത്തിൽ നമുക്കറിയാം, അവിടെയാണ് സ്കാൻ അല്ലെ നമ്മുടെ എക്സ്റേ സംഭവങ്ങളൊക്കെ, സ്കാനിങ് സംഭവങ്ങളൊക്കെ ആ വിഭാഗത്തിനോട് ചേർന്നായിരിക്കും. നെക്സ്റ്റ് എന്താണ് സൈക്യാട്രി. സൈക്യാട്രി വിഭാഗം എമർജൻസി റൂം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സൈക്യാട്രിയിൽ എന്താണ് പറയുന്നത്, ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്, അതായത് എന്താണ് അൺകണ്ടീഷണബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് എന്താ പറയാ, ബിഹേവിയറൽ എമർജൻസി എന്ന് പറയുമ്പോൾ പെരുമാറ്റത്തില് എന്തെങ്കിലും ഒരു സാന്ത്വനം അല്ലെ, നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകുന്ന പതറിപ്പോകുന്ന അവസ്ഥയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പെരുമാറ്റ അത്യാഹിതം വിഭാഗം എന്നുള്ള ലേബിളിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാവും. ഒരുപക്ഷെ അവർക്ക് പരിക്കുകളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ഇമോഷൻ ആണ് അതിന്റെ മീനിങ് വരുന്നത്. അൺകൺട്രോളബിൾ ഇമോഷൻ എന്ന് പറയുന്നത് അല്ലെ അവരുടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എന്താണ് റെസ്പോൺസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു പക്ഷെ പേടിച്ചിട്ടാവാം. അപ്പൊ അങ്ങനത്തെ സ്റ്റേജിലുള്ള പേഴ്സൺസിനൊക്കെ ബിഹേവിയറൽ എമർജൻസി, പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റ അത്യാഹിത വിഭാഗത്തിലേക്കാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്താണ് എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുന്നത്. അപ്പൊ സൈക്കാട്രി എന്നുള്ള ഒരു അതിന്റെ അണ്ടറിലാണ് അങ്ങനെയുള്ള പേഴ്സൺസിനെ കൂട്ടുന്നത്. പിന്നെ അതേമാതിരി തന്നെ മെഡിക്കേഷൻ റൂം, ഇമോഷണലി ഡിസ്റ്റർബ്ഡ്, നമുക്കറിയാം വൈകാരികമായിട്ട് തന്നെ എന്നാൽ വലിയ കുഴപ്പമില്ലാതെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അല്ലെ മെഡിറ്റേഷൻ ഒക്കെ കൈകാര്യം ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ഉണ്ടാവും. അപ്പൊ ആ ഏരിയയിലേക്ക് മെഡിറ്റേഷൻ റൂം അല്ലെ, ആ റൂമിലേക്കാണ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കൈകാര്യം ചെയ്യുന്നത്. തന്നെ ലാസ്റ്റ് പോയിന്റ് നോക്കാം, സെമിനാർ റൂം, അൺഇൻഷ്യൂർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ്. അതായത് അങ്ങനെ ഒരു റൂം എന്ന് പറയുമ്പോൾ എന്താണ് വലിയ പ്രശ്നമൊന്നുമില്ല, ആർക്കും ഇഞ്ചുറീസ് ഒന്നും ഇല്ലാത്തവര് ഡിസ്ചാർജ് പേഷ്യൻസ് ആയിട്ട് വന്നിട്ട് വലിയ കുഴപ്പമില്ലാതെ ഡിസ്ചാർജ് ചെയ്തിരുന്ന പേഷ്യൻസ്, റിലേറ്റീവ്സ്, ഇവരെല്ലാവരും സമ്മേളിക്കുന്നു. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ വിങ്ങിനെയും നമുക്ക് ആ സമയം കൊണ്ട് ക്രമപ്പെടുത്തി എടുക്കണം അല്ലെ. അപ്പൊ ഓരോ വിഭാഗങ്ങളൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് ഈ രോഗികളെ അവര് എത്രയും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തെടുക്കുന്നത്. അപ്പൊ 10 സെക്ഷനായിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരുന്ന രോഗികളെ ക്രമീകരിച്ചിരിക്കുന്നത്. ലാസ്റ്റ് വൺ ആണ് സെമിനാർ റൂം, അൺഇൻഷ്യൂർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ്, അതായത് അവിടെ വലിയ പരിക്കൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ് റിലേറ്റീവ്സ് ഒക്കെ സമ്മേളിക്കുന്ന സ്ഥലമാണ് സെമിനാർ റൂമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡെഫിനിറ്റ് കെയർ
ഇനിഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമ്മളെപ്പോഴും എന്താണ് ഇങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നവരെ എത്രയും പെട്ടെന്ന് അല്ലെ ഇനീഷ്യേറ്റീവ് ആയിട്ട് തന്നെ ഏത് സമയത്താണെങ്കിലും നമ്മൾ കെയർ ചെയ്യാനായിട്ട് തീരുമാനിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് കെയർ കൊടുക്കേണ്ടതുമാണ്. Then data received, recorded and directed to the business officer, admitted officer and a public relation officer for a coordination and release. നമുക്കറിയാം ഇങ്ങനെയുള്ള ഓരോ വിവാഹങ്ങളിലേക്കൊക്കെ ഓരോരുത്തരൊക്കെ തരംതിരിക്കുമ്പോഴും ഇവരൊക്കെ എവിടെയാണ് അല്ലെ റിലേറ്റീവ്സിനൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അതേമാതിരി തന്നെ രോഗികൾക്ക് നോക്കാനായിട്ട് അവിടെ റെഡി ആയിരിക്കുന്ന ഡോക്ടേഴ്സിന് നഴ്സുമാർക്കൊക്കെ കൃത്യമായിട്ടുള്ള പ്ലേസുകളിലേക്കൊക്കെ എത്തിപ്പെടേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള മെസ്സേജുകൾ എല്ലാവരും കൈകളിലേക്ക് കിട്ടിയാലാണ് ഇവർക്കെല്ലാം പ്രോപ്പർ ആയിട്ട് ചലിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഡാറ്റ റിസീവ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഡയറക്റ്റഡ് ടു ദ ബിസിനസ് ഓഫീസർ, അഡ്മിറ്റഡ് ഓഫീസർ ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. എല്ലാവർക്കും ഈ ഏകോപനത്തിനൊക്കെ ആയിട്ട് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഡാറ്റാസുകളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ തിരിച്ചിരിക്കുന്ന രോഗികൾക്ക് ആദ്യം തന്നെ പോസിബിൾ ആയിട്ടുള്ള സമയത്ത് തന്നെ അവർക്ക് കെയർ കൊടുക്കണം. then ഇവരുടെ റെക്കോർഡ്സുകളെല്ലാം കൃത്യമായിട്ടുള്ള ഓഫീസുകളിലേക്കൊക്കെ എത്തിപ്പെടണം എന്നുള്ളതാണ്. then patient who are discharges are directed to admitting discharge officer. കേസ് നമുക്കറിയാം വലിയ പ്രശ്നമില്ലാതെ എത്രയും പെട്ടെന്ന് വലിയ കുഴപ്പമില്ലാത്തവരെ നമ്മൾ മാറ്റി നിർത്തും അല്ലെ. കാരണം എമർജൻസി കാര്യമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡിസാസ്റ്റർ സംഭവിച്ചത് കൊണ്ട് തന്നെ എന്താണ് എല്ലാവരെയും നമുക്ക് കെയർ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അത്ര വലിയ കുഴപ്പമില്ലാത്തവരൊക്കെ എന്താണ് ഡിസ്ചാർജ് ഓഫീസിലേക്ക് വിട്ടയക്കേണ്ടതുണ്ട്. പേഷ്യന്റ് ഹു ആർ ഡിസ്ചാർജ് ആർ ഡയറക്റ്റഡ്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ചാർജിലേക്ക് തന്നെ അവരെ പറഞ്ഞു വിടുക എന്ന് വെച്ചാൽ അവർക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്ത് വരിക. അങ്ങനെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു എന്താണ് ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നിന്ന് പതിയെ എല്ലാ ഒരു ഏകോപന സമിതിയിലേക്ക് എത്തിയ രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. കാരണം നമ്മളിതെല്ലാം കണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു. ആദ്യം തന്നെ എന്താണ് ഒരു അലാം ചെയ്തിരുന്ന രീതിയിൽ തന്നെ ഒരു എന്താണ് 3 സെക്കൻഡില് അത് തന്നെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്ത് എല്ലാവരെയും എമർജൻസി കാര്യത്തിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ഡിസാസ്റ്റർ സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടുത്തി അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിനുശേഷമാണ് ഈ തരംതിരിവെല്ലാം നടത്തിയത്. എന്താണ് നമുക്കറിയാം ഏകദേശം ഒരു വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇത് ഓവറായി അല്ലെ നമ്മുടെ ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്ന കാര്യമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് ഇൻഫോം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നത്. പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് അവർ ഡിസ്ചാർജ് ഓഫീസിലേക്ക് പോകുന്നു. കുറെ പേരൊക്കെ പറഞ്ഞു വിടുന്നു. ഡിസ്ചാർജ് ചീഫ് ഡിസാസ്റ്റർ ചീഫ് ഓർ മെഡിക്കൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് CEO of may authorize an all clear announcement. അതായത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെ ഈ ഇവിടെ ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗോ അല്ലെങ്കിൽ സിഇഒയോ അവരെല്ലാം എന്താണ് അവർക്കെല്ലാം ആർക്കെങ്കിലും അനുമതിയുണ്ട്. കാരണം അവരൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് അംഗീകരിച്ചിരിക്കുന്ന പേഴ്സൺസ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരെയും ഒക്കെ സമയം അല്ലെ ഓരോ ഭാഗത്തേക്കൊക്കെ തരംതിരിച്ച് ഏകോപിപ്പിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾ ക്ലിയർ എന്ന് അനൗൺസ് ചെയ്യാണ്. ഓൾ ക്ലിയർ എന്ന അർത്ഥം എന്താണ്? നമ്മുടെ എന്താണ് സംഭവിച്ചിരിക്കുന്ന ഒരു അത്യാഹിത സംഭവം കഴിഞ്ഞിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ക്ലിയർ എന്ന് അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മുമ്പ് എന്താ പറഞ്ഞത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ അലാം ചെയ്യണം എന്നാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഒരു അനൗൺസ്മെന്റ് നടത്തണമെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത് ഡോക്ടർ? ആരെങ്കിലും ഒപ്പുന്നുണ്ടോ? 3 ടൈംസിൽ പറയണമെന്ന് പറഞ്ഞു. എന്ത് അനൗൺസ് ചെയ്യണമെന്നാ പറഞ്ഞത്? ഡോക്ടർ മേജർ പേരും കൂടി ഉണ്ട്. ഡോക്ടർ മേജർ എന്ന് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യണം അല്ലെ? ഡോക്ടർ മേജർ എന്ന് ഉള്ളത് അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത്തരം നടപടികളെല്ലാം എടുത്തത്. ദെൻ ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററിന്റെ സ്ഥിതിവിശേഷം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം എന്താണ് ക്ലിയർ ആണെന്ന് അത് അനൗൺസ് ചെയ്യണം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. അത് ആർക്ക് വേണമെങ്കിലും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസാസ്റ്റർ ചീഫ് അല്ലെങ്കിൽ മെഡിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ സിഇഒ മേ ഓതറൈസ് ആൻഡ് ഓൾ ക്ലിയർ എന്നുള്ള അനൗൺസ്മെന്റ് കൊടുക്കാം. ടെലിഫോൺ ഓപ്പറേറ്റർ വിൽ ദെൻ മേക്ക് അൺക്ലിയർ അല്ലെ? ഇവരെയാണ് ഈ അനൗൺസ്മെന്റ് ഡിക്ലെയർ ചെയ്യുന്നത്, തീരുമാനത്തിലെത്തുന്നത്.
Then നമുക്കറിയാം ഓപ്പറേറ്റർ അനൗൺസിലേക്ക് എത്തുകയാണ്. ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ഓവർ ദ പബ്ലിക് അഡ്രസ്. Then she will announce code green. അതായത് പബ്ലിക്കിന്റെ അഡ്രസ്സിൽ അല്ലെ, ജനങ്ങൾക്ക് മുമ്പാകെ അല്ലെങ്കിൽ അവിടെയുള്ള പബ്ലിക്കിന് മുമ്പാകെ തന്നെ ആ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ഗ്രീൻ അല്ലെ അനൗൺസ് ചെയ്യും. കോഡ് ഗ്രീൻ എന്ന് അനൗൺസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ആ ഒരു ഡിസാസ്റ്റർ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് ഒന്നാമതായിട്ട് പറയുന്നത് ഓൾ ക്ലിയർ. അപ്പൊ ഓൾ ക്ലിയർ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത്, അത് ഡിക്ലെയർ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഡിസാസ്റ്റർ ചീഫ് ആവാം, മെഡിക്കൽ ഡയറക്ടർ ആവാം, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആവാം, അല്ലെങ്കിൽ സിഇഒ ആവാം. അവരിൽ ആരെങ്കിലും എന്താണ് നമുക്ക് ഇങ്ങനെ ഓൾ ക്ലിയർ എന്നുള്ള അനൗൺസ്മെന്റ് നടത്താം, അതായത് ഡിക്ലെയർ ചെയ്യാം, പ്രഖ്യാപിക്കാം ഇത് ക്ലിയർ ആയെന്നുള്ളത്. ടെലിഫോൺ ഓപ്പറേറ്റർ എന്താണ് കോഡ് ഗ്രീൻ എന്ന് അനൗൺസ് ചെയ്യും. അതോടുകൂടി ഈ ഒരു ഡിസാസ്റ്റർ ആയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാധാരണഗതിയിലേക്കാവോ ഒറ്റയടിക്ക്? നമുക്കറിയാം എല്ലാം തിട്ടപ്പെടുത്തി അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ എന്താണ് തരംതിരിച്ചൊക്കെ ശുശ്രൂഷ കാര്യങ്ങളൊക്കെ നടത്തി അതിനുശേഷം ഇങ്ങനെയൊക്കെ ചെയ്തു അല്ലെ. അപ്പൊ അതോടുകൂടി പക്ഷെ കാര്യങ്ങൾ അവസാനിക്കുമോ? പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ റുട്ടീൻ ലൈഫിലേക്ക് എത്താൻ പറ്റുമോ? ആ ഹോസ്പിറ്റലിനൊക്കെ പറ്റുമോ? ഇല്ല അല്ലെ. അത് ആക്റ്റീവ് ആവണമെങ്കിൽ കുറച്ച് നാളും കൂടി എടുക്കും. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്ഥിതിഗതി ഒന്നും തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെന്താണ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ, ഡീമൊബിലൈസേഷൻ ഫേസ്. അതായത് ദുരന്ത നിർജീവമാകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ക്ലിയർ അല്ലെങ്കിൽ കോഡ് ഗ്രീൻ അനൗൺസ് ചെയ്തതോടുകൂടി ആ ഒരു ദുരന്തമുഖം കുറച്ചും കൂടി നിർജീവമായ അവസ്ഥയിലേക്ക് എത്തി. അതായത് വലിയ തിക്കും തിരക്കുമില്ല, എല്ലാം ഒരു റൊട്ടീൻ ആയിട്ടുള്ള ലൈഫിലേക്ക് ഹോസ്പിറ്റല് റൺ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഡിക്ലെയറിങ്, അപ്പൊ അതിന്റെ വേറൊരു പേരൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഡിസാസ്റ്റർ ഡിക്ലെയറിങ് എന്താ ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ ഡീമൊബിലൈസേഷൻ ഫേസ്. മറ്റൊരു പേരാണ് ഡീമൊബിലൈസേഷൻ ഫേസ്, അതായത് ദുരന്തം നിർജീവമാകുന്ന ഒരവസ്ഥ. Then declaring the disaster to be over, the decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander and other hospital administrators. നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം അല്ലെ, ഒരു ഡിക്ലറേഷൻ നടത്തണം. തീർച്ചയായിട്ടും അങ്ങനെ എമർജൻസി ഇതുകളെല്ലാം അവസാനിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ അത് എവാലുവേറ്റ് ചെയ്യണം അല്ലെ. ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ ആൻഡ് അതർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ നമുക്കറിയാം അല്ലെ, ഒരു ഫിസിഷ്യൻ എന്താണ് സീനിയർ ആയിട്ടുള്ള പൊസിഷൻ ആയിട്ടുള്ള ഫിസിഷ്യനൊക്കെ കമാൻഡർ ഓഫീസറായിട്ടൊക്കെ ഇൻചാർജ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നൊക്കെ അത് വിലയിരുത്തുകയാണ് വരുന്നത്. Then next എന്താണ് the deactivation should not be too early, premature or too late. അതായത് അത്ര പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അല്ലെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് തന്നെ റുട്ടീനായിട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല, കുറച്ച് ലേറ്റ് ഒക്കെ ആവും. It is very difficult to reactive the emergency plan once it has been declared over because staff tiredness starts, which is difficult to overcome. നമുക്കറിയാം അത്രയും തിരക്ക് പിടിച്ചിരുന്ന അന്തരീക്ഷത്തില് എല്ലാവരെയും എല്ലാ റൂമിലേക്കൊക്കെ അല്ലേ അവരുടെ ഭാഗത്തിലേക്കൊക്കെ തിരിച്ചു എന്താണ് പുറത്ത് ഡ്യൂട്ടിയിലായിരുന്നവരെയും ഓഫായിട്ട് എടുത്തവരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടിയൊക്കെയാണ് നമ്മൾ ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ കൈകാര്യം ചെയ്തത്. എല്ലാവർക്കും എന്താണ് ഓവർ ഡ്യൂട്ടി ആയിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് തന്നെ ഒരു സാധാരണ സ്ഥിതിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസിൽ നമ്മൾ കാണുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കാം. അല്ല അതില് എന്താണ് ഈ ഒരു ഫേസ്, ഇത് ഏത് മുഖമാണ് അല്ലെ. നമുക്കറിയാം ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർജീവ മുഖമായിട്ട്, അതായത് ഒരു സ്റ്റേജ് ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഫേസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അതിനപ്പുറം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ അതിന്റെ അതർ നെയിം എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ് സാധാരണയായിട്ട് എന്താണ് ഡിക്ലെയറിംഗ് അല്ലെ, ഡിക്ലെയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ.
അത് ഏത് ഫേസിലാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ഫേസ് ഏതാണെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതൊക്കെ പൊതുവെ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ബാക്കി താഴേക്കുള്ള പോയിന്റ്സ് ഒന്നും അവിടെ ടയേർഡാണ് അല്ലെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാറില്ല. ഓക്കെ, നിങ്ങൾ ആ കോഡ് ഗ്രീൻ ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചേരെ. ആ ടൈമിൽ എന്താണ് അഡ്രസ് ചെയ്യുന്നത് അല്ലെ, ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യുന്നതാണ് കോഡ് ഗ്രീന്. ഓൾ ക്ലിയർ എന്ന് ആർക്കൊക്കെയാണ് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുള്ളത് അത് അണ്ടർലൈൻ ചെയ്തത്. ഓക്കെയാണോ? ഇത് നമുക്ക് നേരത്തെ പോയിരുന്ന കുറച്ച് പാഠത്തിലെ കുറച്ച് പോയിന്റ്സ് മാത്രം ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. അതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. നോക്കാം എന്താന്നുള്ളത്. അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ പറയുന്നുണ്ട് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലേക്ക് താഴേക്ക് വരുന്നുണ്ട് ആരൊക്കെയാന്നുള്ളത്. ഓക്കെ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് അവരുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് എന്താണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഇഷ്യൂസ് ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. തന്നെയല്ലേ ചോദിച്ചത്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ ഞാൻ വായിച്ചുള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ആണ് ചോദിച്ചത്? പബ്ലിക്കുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടെ പബ്ലിക് അഡ്രസ് ശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ മെയിൻ ചെയ്യണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കിന് അല്ലെ, പൊതുവായിട്ടുള്ളവർക്ക് ഒരു എന്താണ് അനൗൺസ്മെന്റ് കൊടുക്കുന്നതാണ്. ടെലിഫോൺ ഓപ്പറേറ്റർ will then make an all clear announcement over the public address. അതായത് എല്ലാവർക്കും എന്താണ് ഒരു ഇത് കൊടുക്കുകയാണ്, ഒരു മുന്നറിയിപ്പ് അലൗൺ കൂട്ടി കൊടുക്കുമ്പോ എന്താണ് എല്ലാവർക്കും ഒരു മെസ്സേജ് എത്തുകയാണ്. Then she will announce code green. അതിലെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അത് ആരാണോ ടെലിഫോൺ ഓപ്പറേറ്റർ ആരാണോ അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത് കോഡ് ഗ്രീൻ നിന്നാണ് അദ്ദേഹം അനൗൺസ് ചെയ്യുന്നത്. ഷ്യോർ ഹി എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഷ്യോർ ഹി വിൽ അനൗൺസ് കോഡ് ഗ്രീൻ. ക്ലിയറാണോ? ക്ലിയർ ആയോ? ഓക്കെ, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതുമായി ബന്ധപ്പെടാണോ ചോദിച്ചു. ഓക്കെ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് നോക്കാം. ഇദ്ദേഹം ഈ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടീസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്തേരെ. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡ്യൂട്ടീസ്. ഓക്കെ, അവരുടെ ഡ്യൂട്ടിയില് ഫസ്റ്റ് വൺ പറയുന്നത് ഇഷ്യൂ ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംബന്ധിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അല്ലെ ഒരു ലോകത്തിന് അതായത് പൊതുവെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ മീഡിയാസ് ഒക്കെ വരും. അപ്പൊ അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യണം. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് acts as the mediator between administration and patient relatives. നമുക്കറിയാം ഏതെങ്കിലും ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ദുരന്തത്തില് അല്ലെ ബന്ധപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സും എന്താണ് ഹോസ്പിറ്റലാണെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും അല്ലെ. ഹോസ്പിറ്റലിന് എന്താണ് കാര്യങ്ങൾ നമ്മള് റിലേറ്റീവ്സിന് ആകാംക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവിടെ എന്താണ് മീഡിയാസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനൊക്കെ അറിയിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സിൽ നിന്ന് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ ബോധ്യപ്പെടുത്തുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ ഇഷ്യൂ ഇൻഫോർമേഷൻ ആൻഡ് മെസ്സേജ് ടു മീഡിയ. Then second one മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കും.
അപ്പൊ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യാം. എന്താണ് സെൻട്രലൈസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. അതുപോലെ തന്നെ എന്താണ് കാഷ്വാലിറ്റീസുമായി ബന്ധപ്പെട്ടത് നമുക്കറിയാം ഇത്തിരിയും കൂടി സീരിയസ് ആയിട്ടുള്ള കേസുകൾ അല്ലെ, അത് അറിയണമെന്നും സെക്കൻഡ് പോയിന്റ് കാണാറുണ്ട്. മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്ററിന്റെ പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന വിങ് ഏതാണ് അല്ലെ? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വിങ് ആണത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം സെൻട്രലൈസ് ഇൻഫോർമേഷൻ അബൌട്ട് കാഷ്വാലിറ്റീസ്. അതായത് കാഷ്വാലിറ്റീസിന്റെ അല്ലെ ഇൻഫോർമേഷൻസ് എന്താണ് അത്യാഹിത വിവാഹത്തിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവിടുത്തെ എത്രയും പെട്ടെന്ന് വരുന്ന രോഗികൾക്ക് എമർജൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ സെൻട്രലൈസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ദെൻ കൺട്രോൾ ഓൾ ഫോട്ടോഗ്രാഫേഴ്സ്. മീഡിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെയുള്ള ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ രോഗികളെ ഫോക്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അല്ലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി കൂടി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയാണ്. ദെൻ പ്രിപ്പയർസ് ആൻഡ് പോസ്റ്റ് അപ്ഡേറ്റഡ് കാഷ്വാലിറ്റി ലിസ്റ്റ്. നമുക്കറിയാം അല്ലെ നമ്മളെ കാഷ്വാലിറ്റിയിൽ ഇപ്പൊ എത്ര പേരുണ്ട്, എത്ര പേരെ ഡിസ്ചാർജ് ചെയ്തു, എത്ര പേര് എന്താണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റൂമിലേക്ക് മാറ്റി, അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ പാസ് ചെയ്യുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പബ്ലിക്കിന് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് എന്താണ്? പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനും പബ്ലിക്കിനും ഇടയ്ക്ക് അല്ലെ, അവിടെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു വിങ് ആണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും പബ്ലിക്കിന് ഗുണം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതേമാതിരി തന്നെ പബ്ലിക്കിന് ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിനെയും ഇൻഫോം ചെയ്യാനുണ്ടാവും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? Okay, നെക്സ്റ്റ് നോക്കാം ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പേഴ്സൺ. അപ്പൊ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇനി പ്രധാനപ്പെട്ട എന്താണെന്ന് നോക്കാം. റിമെയിൻ ഇൻ ദർ ഏരിയ ഫോർ ഓൾ ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, നമുക്കറിയാം ഡെയിലി ആക്ടിവിറ്റീസിൽ നിന്ന് വ്യത്യസ്തമാണ് കുറച്ചും കൂടി അല്ലെ. ബി പ്രിപ്പയർ ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. അപ്പൊ എത്രയും പെട്ടെന്ന് രോഗികളെ അല്ലെ കൂടുതൽ നമുക്കറിയാം ദുരിതങ്ങളിൽപ്പെടുന്നവര് ഒരുപാട് പേര് ഉണ്ടാവും അല്ലെ. അപ്പൊ എത്രയും പേരെയാണ് സ്വീകരിക്കാൻ പറ്റുക എന്നറിയില്ല. കാഷ്വാലിറ്റിയിൽ എത്രയും പേരെ സ്വീകരിക്കാൻ പറ്റുന്നതിനും സഹായിക്കാനും പറ്റുമെന്നൊക്കെ അറിയില്ല അല്ലെ. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും എത്ര പേരെ നമുക്ക് ഇത്തരം ഈ ഒരു കാഷ്വാലിറ്റിയിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കും. ബി പ്രിപ്പയർഡ് ടു റിസീവ് ആൻഡ് ഹെൽപ്പ് ഡിസാസ്റ്റർ കാഷ്വാലിറ്റീസ് നീഡ് അർജന്റ് ലൈഫ് സേവിംഗ് മെഷേഴ്സ്. അപ്പൊ അത്യാഹിതവുമായി ബന്ധപ്പെട്ട് ജീവനരക്ഷ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര പേരെ നമുക്ക് സ്വീകരിക്കാൻ എമർജൻസി ആയിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. Then see that extra nurses are assigned from this floor, these from the floor. അതായത് നമുക്കറിയാം പെട്ടെന്ന് തന്നെ നഴ്സുമാരൊക്കെ കൂടുതൽ സേവനം അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അധികം നഴ്സുമാരെ അവിടെ വേണമെങ്കിൽ ആ ഫ്ലോറിൽ വേണമെങ്കിൽ അത് തീരുമാനിക്കുന്നതും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിങ് ആണ്. Then are accountable that crash cards are bought and kept in a readiness in the triage area. അതായത് ദുരന്ത മുഖത്ത് നിന്ന് ഒരുപാട് പേരെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാം. ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ എത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ ആ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തന്നെ ചിലപ്പോൾ അവർക്ക് എന്താണ് ലൈഫ് സേവിങ് ആയിട്ടുള്ള ചില മെഷീന്റെ ഒക്കെ ഹെൽപ്പൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സോട് കൂടിയിട്ടുള്ള എന്തെങ്കിലും അല്ലെ ക്രാഷ് കാർഡ്സുകളെല്ലാം അതിന് വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു വെക്കേണ്ടത്. Then make sure that portable X-ray machine brought and kept in emergency department. നമുക്കറിയാം അല്ലെ കൊണ്ട് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് എത്രയും പെട്ടെന്ന് കുറെ ഒടിവും ചതവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അല്ലെ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവാൻ പറ്റുന്നത് കൊണ്ട് തന്നെ എന്താണ് എക്സ്റേ മെഷീനൊക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്ന എക്സ്റേ മെഷീനൊക്കെ സൂക്ഷിക്കേണ്ട ഒരു വിഭാഗം കൂടി എന്താണ് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങള്.
then in the emergency ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എന്തെങ്കിലും ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് വായിച്ചു. ഓക്കെ, ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത് അടിയന്തര രോഗിയുടെ പുനർജീവന് അല്ലെ, നമ്മള് ഇച്ചിരി കൂടിയും അത്യാഹിതങ്ങളൊക്കെ വരാൻ സാധ്യത ഉള്ളപ്പോൾ അല്ലെ, CPR പകരം എന്താണ് ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീൻസ് ബോർഡ് കൂടി അല്ലെ, നമുക്ക് ചിലപ്പോ അവരെ ഒന്ന് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ചിലപ്പോ ഡിഫിബ്രിലേറ്റർ മെഷീന്റെ സഹായം വേണ്ടി വരും. അതല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് രക്തം അല്ലെ ഒരുപാട് ഒഴുകി പോകുന്ന പേഷ്യൻസ് ആണെങ്കിൽ ടൈപ്പ് തെറപ്പി മെഷീൻ, നമുക്കറിയാം ബ്ലഡിനെ ഒന്ന് അല്ലെ ആ ഒരു ഫ്ലോന് ഒഴുക്കിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന മെഷീൻ. അപ്പൊ ഇത്തരത്തിലുള്ള മെഷീനൊക്കെ ഉള്ള അല്ലെ, ഈ മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള കാർഡുകൾ, ലൈഫ് സേവിങ് എക്യുപ്മെന്റ്സ്, ലൈഫ് സേവിങ് എക്യുപ്മെന്റ്സോട് കൂടിയിട്ടുള്ള അല്ലെ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗികളെ കൊണ്ടുവരാൻ പറ്റുന്ന ആംബുലൻസ് സർവീസുകൾ എന്നൊക്കെയുള്ള മീനിങ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള സർവീസുകളെല്ലാം റെഡിയാക്കി നിർത്തുന്നത് എന്താ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. സെക്യൂരിറ്റി എന്താണ് സെക്യൂരിറ്റി ഭാഗത്തിൽ വരുന്നത്? Some of the duties suggested are work in a close cooperation with the local police. ലോക്കൽ പോലീസിനെ നമ്മൾ സെക്യൂരിറ്റിക്ക് ആകുമ്പോൾ നമുക്കറിയാം അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് എല്ലാവരും പാസ് ചെയ്യണം അല്ലെ. അങ്ങനെ വരുമ്പോഴാണ് സെക്യൂരിറ്റി ബോധരായിട്ട് കൃത്യമായിട്ട് തന്നെ അതിന് റെഡിയായി നിൽക്കുള്ളൂ അല്ലെ. അത് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എന്താണ് തീർച്ചയായിട്ടും വർക്കിംഗ് ക്ലോസ് കോഓപ്പറേഷൻ വിത്ത് ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കണം അവരുടെ വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ അല്ലെ സ്വന്തമായിട്ട് തന്നെയല്ല, പോലീസിന്റെയും കൂടി സാമീപ്യം തീർച്ചയായിട്ടും ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അല്ലെ. നമ്മുടെ എന്താണ് വാഹനങ്ങളൊക്കെ കടത്തിവിടാനൊക്കെ ആയിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ സാധാരണ ഗതിയിൽ സ്ഥിതിവിശേഷം സൃഷ്ടിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസിനോട് കൂടിയിട്ട് സഹകരിച്ച് വേണം സെക്യൂരിറ്റീസുകാരെ പ്രവർത്തിക്കാൻ. മെയിൻറ്റെയിൻ ഓർഡർ വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും എന്താണ് ആശുപത്രിക്ക് അകത്തും പുറത്തും ക്രമസമാധാനം ഒക്കെ ഉറപ്പാക്കണം അല്ലെ. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തുണ്ടാവണം അല്ലെങ്കിൽ തല്ലുപിടുത്തൊക്കെ ഉണ്ടാവാതെ, അല്ലെങ്കിൽ നമുക്കറിയാം ആ ഫ്ലോ അവിടെ കൃത്യമായിട്ട് തന്നെ പേഷ്യൻസിനെയൊക്കെ എത്തിക്കണം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ സേവനങ്ങളൊക്കെ അവിടെ ലഭ്യമാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ക്രമസമാധാനം ഉറപ്പാക്കണം. Then direct traffic so as not to block the free entry of patients carrying vehicle to and outside the hospital. അതായത് ആശുപത്രിക്ക് അകത്തേക്കും പുറത്തേക്കും വാഹനങ്ങളെ കൊണ്ടുപോകുന്ന രോഗികളെ സ്വതന്ത്രമായിട്ട് തന്നെ രോഗികളെ കൊണ്ടുപോകാനുള്ള സൗകര്യം അവിടെ ഉറപ്പാക്കണം എന്നതാണ്. ഇതെല്ലാം പ്രൊട്ടക്ട് കീ എല്ലാം ഇത് തന്നെ. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് തന്നെ വരിക അല്ലെ. പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, hospital working areas, power station, generator, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ എക്സെട്ര. അതായത് എല്ലാം ഇതേമാതിരി തന്നെ നമ്മൾ സെക്യൂരിറ്റിയുടെ ലേബിളിൽ നിന്ന് അണ്ടറിലേക്ക് താഴേക്ക് വരുമ്പോൾ എന്താണ് ഹോസ്പിറ്റലിന്റെ ആ ഒരു
എല്ലാ കാര്യങ്ങളിലേക്കും പോകണം അല്ലെ. നമ്മളിപ്പോ ഒരു സെക്ഷൻ കഴിഞ്ഞു, അവിടെ പോലീസിനെ എത്രയും പെട്ടെന്ന് അറിയിച്ച് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ് പുറത്തേക്കും അകത്തേക്കും എല്ലാം എന്താണ് ഫ്രീ ആയിട്ടുള്ള വെഹിക്കിളിലെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും വരരുത്, ക്രമസമാധാനം പാലിക്കണം. ദെൻ വീണ്ടും പറയുന്നുണ്ട് പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, അതായത് താക്കോലുകളെല്ലാം തന്നെ അല്ലെ, ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ അണ്ടറിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താണ് താക്കോലുകളെല്ലാം ഓരോന്നിന്റെയും വിഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ തിരിച്ചവിടെ കിടപ്പുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയസ്, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്സ്, വാട്ടർ സപ്ലൈ, ഇങ്ങനെ എന്തിനെങ്കിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്താണ് restrain and strictly control access to the hospital, direct the entry for authorized person to appropriate area, ambulances to emergency, relative to waiting area, media to media room, etc. അപ്പൊ ഇവിടെയും അല്ലെ അവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അതേമാതിരി തന്നെ എന്താണ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനാണെങ്കിലും നമ്മൾ നേരത്തെ തരംതിരിച്ചൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ, സെമിനാർ ഹാളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ഇവിടെയും എന്താണ് റെസ്ട്രെയിൻ വീണ്ടും പറയുന്നത് അത് തന്നെയാണ്, സ്ട്രിക്ട്ലി ആയിട്ട് കൺട്രോൾ ചെയ്തിട്ട് എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ ഡോക്ടേഴ്സിന് അവിടെ ഡ്യൂട്ടി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ദെൻ എന്താണ് റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കണം. മീഡിയക്ക് വേണ്ടിയിട്ട് എന്താണ് മീഡിയ റൂം എല്ലാം സജ്ജീകൃതമാക്കി കൊടുക്കണം എന്നത്. ദെൻ പ്രൊട്ടക്ട് ഹോസ്പിറ്റൽ പേഴ്സണൽ ആൻഡ് പേഷ്യൻസ്, അവിടെയുള്ള ജനങ്ങൾക്ക് പ്രൊട്ടക്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ വർക്കേഴ്സിനും പേഴ്സണൽ ആയിട്ടുള്ള സംരക്ഷണം കൊടുക്കണം. ദെൻ ഓൾ ഹോസ്പിറ്റൽ പേഴ്സണൽ ഷുഡ് വെയർ ഐഡന്റിറ്റി കാർഡ്, എല്ലാ പേഴ്സണും എന്താണ് ഹോസ്പിറ്റലിലെ വർക്കേഴ്സ് എല്ലാവരും തന്നെ ഐഡന്റിറ്റി കാർഡ് മസ്റ്റ് ആയിട്ടും കിട്ടണമെന്നുള്ളത്. നമുക്കറിയാം സെക്യൂരിറ്റി ഒരു പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എല്ലാത്തിലും അല്ലെ ഒരു ഒരു ഇതുണ്ടാവണം, എല്ലാത്തിനും ഒരു ഏകോപനം ഉണ്ടായിരിക്കണം. അതിപ്പോ എന്താണ് ഡോക്ടേഴ്സിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും മീഡിയാസിനാണെങ്കിലും എല്ലാത്തിനും ഒരു പ്രൊട്ടക്ഷൻ വേണം അല്ലെ. മീഡിയാസ് വന്നുകൊണ്ട് മീഡിയയുള്ള അല്ലെ മീഡിയ ആവശ്യം വരുന്ന ആൾക്കാര് അവിടെ തന്നെ വരാതെ വേറെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടണമെന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓരോന്നിനും സജ്ജീകരിച്ച് അവർക്കെല്ലാം സംരക്ഷണം ഉറപ്പാക്കുക എന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഞാൻ ഒന്നിച്ചാണ് പറഞ്ഞു പോയത്, ഓരോ പോയിന്റും ജസ്റ്റ് വായിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. പത്ത് പോയിന്റ്, അതായത് പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, അതായത് നമ്മള് താക്കോൽ സംവിധാനങ്ങളുണ്ട് അല്ലെ. കൃത്യമായിട്ട് നമുക്കറിയാം ഓരോ റൂമിനും ഓരോ സെക്ഷൻ ആയിട്ട് അവിടെ താക്കോലുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ പവർ സ്റ്റേഷൻ, നമുക്ക് ഇന്ന സർജറി വിഭാഗത്തിന്റെ പവർ സ്റ്റേഷൻ ഇന്ന പ്ലേസിലാണ്, അല്ലെങ്കിൽ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റൂമിന്റെ സജ്ജീകരണം ചെയ്തിരിക്കുന്ന താക്കോല് ഇന്ന പ്ലേസിലാണ്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊരു സെക്യൂരിറ്റി അല്ലെ, പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് സേവ് ചെയ്ത് വെച്ചാലാണ് അവർക്ക് അതിന്റെ ഇൻചാർജ് ഉള്ള പേഴ്സൺസിന് അതെടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയോ? പ്രൊട്ടക്ട് കീ ഇൻസ്റ്റാളേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ, അത് ഏത് ഏരിയ ആണെങ്കിലും ഹോസ്പിറ്റൽ വർക്കിംഗ് ഏരിയ, പവർ സ്റ്റേഷൻ, ജനറേറ്റർ, വാട്ടർ ടാങ്ക്, വാട്ടർ സപ്ലൈ, എന്താണെങ്കിലും ഏത് വിഭാഗത്തിലേക്ക് പോകാനായിട്ടാണെങ്കിലും എന്തെങ്കിലും ലോക്കിംഗ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള കീ കൃത്യമായിട്ടുള്ള പ്ലേസിൽ സുരക്ഷിതമായിട്ട് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം എന്നത്. അപ്പോഴാണ് അവരെ ആരാണോ ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് ആ കീ എടുത്ത് കൃത്യമായ രീതിയിൽ തന്നെ അത് യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞു, റിസ്ട്രെയിൻ എന്താണ് ആൻഡ് സ്ട്രിക്ട്ലി കൺട്രോൾ ആക്സസ് ടു ദ ഹോസ്പിറ്റൽ, ഡയറക്ട് ദ എൻട്രി ഓഫ് ഓതറൈസ്ഡ് പേഷ്യൻസ് ടു അപ്രോപ്രിയേറ്റ് ഏരിയാസ്, അതായത് അവിടെ കൃത്യമായിട്ടുള്ള കൺട്രോൾ ആക്സസ് ചെയ്യണം. കാരണം എല്ലാവർക്കും ചില ഏരിയകളിലൊന്നും പാസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാൻ പാടില്ല അല്ലെ. കൃത്യമായിട്ടുള്ള ഡ്യൂട്ടിയുള്ള പേഴ്സൺസിന് മാത്രമാണ് കൃത്യമായ പ്ലേസിൽ ഡ്യൂട്ടി ചാർജ് അവർക്ക് പോകാൻ മാത്രമുള്ള അവസരങ്ങൾ കൊടുക്കണം. അത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് അവിടെ ആക്റ്റീവായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്.
ദെൻ എന്താ പറയുന്നത്, ആംബുലൻസസ് ടു എമർജൻസി അല്ലെ, എല്ലാവർക്കും ആംബുലൻസസ് വിട്ടുകൊടുക്കരുത്. എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിന് തന്നെയായിരിക്കണം ആംബുലൻസ് സർവീസുകൾ കൊടുക്കേണ്ടത്. റിലേറ്റീവ്സ് വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സിനൊക്കെ കൃത്യമായിട്ടുള്ള വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കണം. മീഡിയാസിനാണെങ്കിൽ മീഡിയ റൂംസ് ഒക്കെ ഉണ്ടായിരിക്കണം. എല്ലാവരും ക്ലിയറായോ? ചെയ്തോട്ടെ. ട്രയേജ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, അടിയന്തര രോഗികളെ നമ്മൾ എത്രയും പെട്ടെന്നൊക്കെ ചികിത്സ കൊടുക്കേണ്ട പേഴ്സൺസ് ഉണ്ട്. പ്രോസസ് ഓഫ് സോർട്ടിംഗ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദിയർ റിക്വയർമെന്റ് ഫോർ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആസ് കമ്പയർഡ് ടു ദിയർ ചാൻസ് ഓഫ് ബെനിഫിറ്റിംഗ് ഫ്രം സച്ച് കെയർ. അതായത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ട അല്ലെ, ജീവന് ഭീഷണിയായിട്ടുള്ള അവരുടെ ജീവന് എന്തെങ്കിലും നല്ല ബുദ്ധിമുട്ടുകൾ സഫർ ചെയ്യുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ സോർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ തരംതിരിക്കണം. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട പേഷ്യൻസ്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ എന്താണ് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട പേഴ്സൺസ്, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിറ്റ് ചെയ്യേണ്ട പേഷ്യൻസ്, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സോർട്ടിങ് നടത്തണം. Triage is done in emergency room, disasters and wars when limited medical resources must be allotted to enhance the number of survivors. അതായത് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, പരിമിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണല്ലോ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ആ സംഭവിക്കുന്ന ഇടങ്ങളിൽ നമുക്കറിയാം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളും അവിടെ ആ രോഗികൾക്ക് എത്തിക്കപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അടിയന്തരമായിട്ടുള്ള മുറിവുകൾ അല്ലെങ്കിൽ ദുരന്തങ്ങൾ, യുദ്ധങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ അല്ലെ നമ്മള് മുൻകൈ എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ എന്താണ് ട്രയേജ് എന്ന ഇനത്തിലേക്ക്, കുറെ ഒരു എന്താണ് അപകടം സംഭവിച്ചവരുണ്ടാവും, അവരെ എല്ലാവരെയും തന്നെ രോഗികൾ ഒന്നിച്ചാണ് ട്രയേജ് എന്നുള്ള ഇനത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ചിലപ്പോൾ നമുക്കറിയാം വാർ അല്ലെ, യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോഴൊക്കെ ഒരുപാട് രോഗികൾ ഉണ്ടാവും, ഒരുപാട് അപകടം പിടിച്ച വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ അവരെ തരണം ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് അവരെ തരംതിരിച്ചാൽ മാത്രമാണ് ആദ്യം നമ്മൾ സർവീസുകൾ അല്ലെ, നമുക്കറിയാം പ്രത്യേകിച്ച് എക്യുപ്മെന്റ്സോട് കൂടിയിട്ടുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ വരുമ്പോൾ അതിനനുയോജ്യമായ അല്ലെ പേഷ്യൻസിന് നമ്മൾ അതിന് ട്രീറ്റ്മെന്റിനായിട്ട് കടത്തിവിടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ സിവിയർ ആയിട്ടുള്ള രോഗികളാണെങ്കിൽ അത് തരംതിരിച്ച് തന്നെ ട്രയേജ് ഏരിയയില് തരംതിരിച്ച് തന്നെ വെക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് തരംതിരിച്ചിരിക്കുന്നത് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ആയിട്ടാണ് ഈ ട്രയേജ് ഏരിയയിലെ രോഗികളെ തരംതിരിക്കുന്നത്. ഓക്കെ, എന്താണ് ട്രയേജ് എന്നുള്ള ഒരു ഇത് ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കാം. ഇതിൽ നോക്കുമ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ്, അതായത് അപ്രോക്സിമേറ്റ് 20% പ്രയോറിറ്റി 1 സിവിയർ ബ്ലീഡിങ് ഇൻ കേസ് നമുക്ക് നോക്കാം അല്ലെ, ഒരു കടുത്ത ബ്ലീഡിങ് ഉള്ളവരെ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്, അവർക്ക് എന്തെങ്കിലും ശ്വാസവുമായി ബന്ധപ്പെട്ട ഭയങ്കര പ്രോബ്ലംസ് ഉള്ളവരെ, ന്യൂമോത്രാക്സ് എന്ന് വെച്ചാൽ ബ്ലഡൊക്കെ നിൽക്കാൻ പറ്റാതെ അല്ലെ, ശ്വാസം മുട്ട് തടസ്സങ്ങളൊക്കെ ആയിട്ട് അവരുടെ ജീവന് ഭീഷണിയായിട്ടുള്ള രോഗികളുണ്ട്. then hypothermic shock, extremely severely injured, then basic burns, അതായത് നമ്മൾ അല്ലെ നമ്മുടെ എന്തെങ്കിലും പൊള്ളല് വാറൊക്കെ വരുമ്പോൾ കുറെ പേരൊക്കെ അല്ലെ പൊള്ളലും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളവരുണ്ട്. then burns to upper respiratory tract, അതായത് മുകളിലേക്ക് റെസ്പിറേറ്ററി ട്രാക്ട് മുകളിലേക്കൊക്കെ പൊള്ളലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതൊക്കെ സ്റ്റോഡി അർജന്റ് കേസുകളാണ് അല്ലെ. അപ്പൊ അവരെയൊക്കെ കാറ്റഗറി 1ലേക്ക് കൊണ്ടുവരുന്നു. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ഡിലേഡ് ട്രീറ്റ്മെന്റ്, കുറച്ചും കൂടി ഡിലേ ആയാലും കുഴപ്പമില്ല അല്ലെ.
നോക്കാം. എന്താണ് പ്രയോറിറ്റി ടു ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻ, അബ്ഡോമൻ ഇഞ്ചുറീസ് ടു അബ്ഡോമൻ, ത്രോക്സ്, then urogenital tract, skull, brain to 203 ബേൺസ്, 2-3% എന്താണ് ബേണിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയും നമുക്കറിയാം അവിടെ എന്താണ് ഒരു കുറച്ചും കൂടി ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഇച്ചിരി കൂടി ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള രോഗികൾ തന്നെയാണ്. എന്താണ് അത് എന്നാലും മുറിവുകൾ, സ്ഥാനഭ്രംശം സംഭവിച്ച മുറിവുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ അല്ലെ കുറച്ചും കൂടി നമുക്ക് ലെവല് ഒന്നും കൂടി അർജന്റ് അല്ല, ഇച്ചിരി കൂടി. എന്നാൽ നമുക്കറിയാം നമ്മൾ ഇപ്പൊ ഒരു പ്രാവശ്യം അല്ലേ റയറായിട്ട് ഒരാൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതൊരു അർജന്റ് കേസ് തന്നെയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ട്രയേജ് ഏരിയയില് രോഗികളായിട്ട് കുന്നുകൂടുമ്പോൾ അവരെ തരംതിരിക്കേണ്ട ഒരു ഘട്ടം വന്നത് കൊണ്ട് ഇവരെല്ലാം കാറ്റഗറി 2-ലാണ് പെടുന്നത്. ദെൻ കാറ്റഗറി 3-ൽ വരുമ്പോൾ മിനിമൽ ട്രീറ്റ്മെന്റ്, പ്രയോറിറ്റി 3 മൈനർ വൂൺസ്, സ്മാൾ ഫ്രാക്ചേഴ്സ്, ബ്രെയിന്. അതായത് ഇതിൽ വരുമ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രോഗികളാണ് അല്ലെ, കുറച്ചും കൂടി കുറഞ്ഞ ഫ്രാക്ചറൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മുറിവും അല്ലെ ഉളുക്കുകളും കാര്യങ്ങളൊക്കെയാണ്, ഫ്രാക്ചറുകളൊക്കെയാണ്, ഉളുക്ക് അല്ലെ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ ഉളുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കാറ്റഗറി 3-ൽ പെടുത്തുന്നു. കാറ്റഗറി 4 എന്താണ് അതിൽ പറയുന്നത്, എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഡൈയിങ് ഓർ ഇൻജുർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. അവർക്ക് വലിയ ചാൻസുകളൊന്നും ഇല്ല, എന്താണ് രക്ഷപ്പെടാനായിട്ടുള്ള സാധ്യത അത് വലിയ ഇതില്ല, പരിമിതമായിട്ടുള്ള സാധ്യതയാണെങ്കിലാണ് കാറ്റഗറി 4-ൽ പെടുന്നത്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പേഷ്യൻസിനെ അല്ലെ ട്രയേജ് ഏരിയയിലെ പേഷ്യൻസിനെ തിരിച്ച് അതിനനുസരിച്ചിട്ടുള്ള ആംബുലൻസ് സർവീസുകൾ വരുമ്പോൾ അവരെ കയറ്റി വിടുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കാം. വായിച്ചു നോക്കാം. പച്ചാർപ്പാടൊക്കെ ഇങ്ങനെയുള്ള രോഗികളൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്നൊക്കെ എപ്പോഴും കാണാറില്ല, എല്ലാം പഠിക്കേണ്ടവരുള്ളൂ എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരും. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. എന്താണ് കാറ്റഗറി 1-ൽ വരുന്ന രോഗികളാണ് ന്യൂമോത്രാക്സ്, ന്യൂമോത്രാക്സ്, ഹൈപ്പോവോൾമിക് സ്ട്രോക്ക്, എക്സ്ട്രീമിറ്റി സെർവൈക്കലി ഇൻജുർഡ്, ഫേഷ്യൽ ബേൺസ് അല്ലെ മുഖത്തൊക്കെ ഉള്ള പൊള്ളല്, ബേൺസ് ടു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, ഇതൊക്കെ കാറ്റഗറി 1-ലാണ്. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ അല്ലെ സ്ഥാനഭ്രംശം സംഭവിച്ചിരിക്കുന്ന, അബ്ഡോമൻ ഇഞ്ചുറീസ് അല്ലെ അബ്ഡോമൻ, ത്രോക്സ്, യൂറോജെനിറ്റൽ ട്രാക്ട്, സ്കള്ള്, ബ്രെയിന്, 203 ബേൺസ്, അത്രയും ഡിഗ്രി ബേൺസ് പോലുള്ള സംഭവിച്ചിരിക്കുന്ന വ്യക്തികളൊക്കെ കാറ്റഗറി 2-ലാണ്. കാറ്റഗറി 3 വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലെ, അധികം പഠിക്കാനില്ല. മൈനർ വൂൺസും സ്മാൾ ഫ്രാക്ചറും സ്പ്രെയിന് മാത്രം ഉള്ളൂ. അതിൽ ഉളുപ്പും കുറച്ച് ചതവും അല്ലെ മുറിവൊക്കെ ഉള്ളൂ. എന്താണ് കാറ്റഗറി 4-ല് എക്സ്പെക്ടന്റ് ട്രീറ്റ്മെന്റ് ആണ്, എന്ന് വെച്ചാൽ പ്രതീക്ഷ കുറഞ്ഞ പേഷ്യൻസ് ആണ് അവിടെ ഉള്ളത്. ഡൈയിങ് ഓർ ഇൻജുർഡ് വിത്ത് നോ ചാൻസ് ഓഫ് സർവൈവൽ. ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. ബാങ്കിങ് ആണ് നെക്സ്റ്റ് വരുന്നത്.
നമ്മള് തരംതിരിച്ച് ടാഗ് കൊടുത്ത് ഇത് ചെയ്യുന്നതാണ്. അതില് പ്രയോറിറ്റി ഫോർ റിമൂവിംഗ് പേഷ്യൻസ് ഫ്രം ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് നമ്മൾ ടാഗ് ചെയ്ത് അല്ലെങ്കിൽ അവരെ തരംതിരിച്ച് ടാഗോട് കൂടിയിട്ട് പ്രയോറിറ്റി മുൻഗണന ക്രമം തിരിച്ചു കൊടുക്കുമ്പോൾ ക്രിട്ടിക്കൽ പേഷ്യൻസിനാണെങ്കിൽ റെഡ് ടാഗ് ആണ്. റെഡ് ടാഗ് കൊടുക്കുന്നത് ക്രിട്ടിക്കൽ പേഷ്യൻസിനാണ്. ഫസ്റ്റ് അവർക്ക് റെഡ് ടാഗ് കൊടുക്കുന്നു. സെക്കൻഡ് ആയിട്ട് കൊടുക്കുന്നത് അർജന്റ് പേഷ്യൻസ് യെല്ലോ ടാഗ് കൊടുത്താണ് അവര് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് അർജന്റ് പേഷ്യന്റ്? ഇപ്പൊ ക്രിട്ടിക്കൽ പേഷ്യന്റിന്റെ റെഡ് ടാഗ് ആണ്. അർജന്റ് പേഷ്യന്റ് ആണെങ്കിൽ യെല്ലോ ടാഗ് ആണ്. സെക്കൻഡ് ആയിട്ടാണ് അവര് പ്രയോറിറ്റി കൊടുക്കുന്നത്. ദെൻ വാക്കിംഗ് വൂണ്ടഡ് അവര് ഗ്രീൻ ടാഗ് ആണ്. വാക്കിംഗ് വൂണ്ടഡ് എന്ന് പറയുന്നത് ഗ്രീൻ ടാഗ് ആണ്. തേർഡ് അല്ലെ പേര് പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത് എന്താണ് വാക്കിംഗ് വൂണ്ടഡ് ആണ്. അതായത് അവർക്ക് വലിയ കുഴപ്പമില്ല, നടന്നു പോകാൻ ചാൻസ് ഉള്ള വലിയ പ്രശ്നമില്ലാത്തവരാണ്. എന്നാലും ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്കൊക്കെ അവർ എത്തിപ്പെടേണ്ടതുമാണ്. ഇതിലെന്താണ് ഡെഡ് ഡൈയിങ് അല്ലെ? നമുക്കറിയാം മരിച്ചുപോയവർക്കാണെങ്കിൽ ബ്ലാക്ക് ടാഗ് ആണ് ലാസ്റ്റ് അല്ലെ. ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല. അവരെ എന്താണ് എങ്ങനെയാണ് ടാഗുകൾ കൊടുക്കുന്നത്? ബ്ലാക്ക് ടാഗ് ആണ് അവർക്ക് എന്താണ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഡെഡ് പേഴ്സൺസ് ആണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യാം. ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ടാഗാണ്? ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ റെഡ് ആണ്. വാക്കിംഗ് വൂണ്ടഡ് ആണെങ്കിൽ ഗ്രീൻ ആണ്. ഓക്കെ. അർജന്റ് ആണെങ്കിലാണ് യെല്ലോ ടാഗ്. അത് നോട്ട് ചെയ്ത് തരാം. ഓക്കെ. അത് കാരണം മുല്ലപ്പൂടൊക്കെ ചെറുതായിട്ടൊക്കെ കളർ എന്നാലും നിങ്ങൾക്ക് സിമ്പിൾ ആണ്, അത് പഠിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ക്രിട്ടിക്കൽ പേഷ്യന്റ്, അർജന്റ് പേഷ്യന്റ്, വാക്കിംഗ് വൂണ്ടഡ് അവരുടെ കളേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. ബാക്കി നമുക്കറിയാം റെഡ് അല്ലെ. ഗ്രീൻ ആണെങ്കിൽ നടന്നു പോകാൻ പറ്റുന്നവരാണ്, വലിയ കുഴപ്പമില്ലാത്തവരാണ്. എല്ലാം അർജന്റ്, റെഡ് ക്രിട്ടിക്കൽ. റെഡും നമുക്കറിയാം ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ് ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇനി ഞാൻ സ്റ്റാർട്ട് തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ എത്ര വരെ വായിച്ചു നോക്കാം. അതിന്റെ ഒരു ചാർട്ടും കൂടി ഒന്നിച്ചാണ് പഠിക്കാനുള്ളത്. ഇനിയുള്ള ഇത് നിങ്ങൾ കോഡ് ഇത് കാണുമ്പോൾ പേടിക്കണ്ട, അത് സിമ്പിൾ ആണ്. കുറച്ച് കൂടുതൽ ലെങ്തി കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വലിയ കുഴപ്പമില്ല. നമ്മൾ ആ കളേഴ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമില്ലാതെ കുറച്ച് വായിച്ചു വിടാൻ ഉള്ളൂ, വലിയ പ്രശ്നമില്ലാത്തൊരു ഭാഗമാണ് അത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങളുടെ 20 തീർക്കുകയാണെങ്കിൽ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 25 ആവുമ്പോ നിങ്ങൾക്ക് അധികം എത്താതെ 5 മിനിറ്റ് വേണ്ടി വരും ഇതും കൂടെ. ഓക്കെ, എനിവേ ഇതുവരെയുള്ളത് നിങ്ങളൊന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിറ്റ് നമുക്ക് ആരും എടുത്തിട്ടില്ലല്ലോ? ഓഡിറ്റ് എടുത്തിട്ടുണ്ടോ? ഓഡിറ്റ് എടുത്തിട്ടുണ്ടോ ആരെങ്കിലും? ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ? എടുത്തിട്ടുണ്ട്, എടുത്തു. ഓക്കെ,
ആണോ? ഞാൻ തന്നെ എടുത്തത്. ഞാൻ ഫസ്റ്റ് എടുത്തത് ഓഡിറ്റ് ആണല്ലേ? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഡിറ്റ് എടുത്തിട്ടാണ് മെഡിക്കൽ റെക്കോർഡ് എടുത്തത് അല്ലെ? അപ്പൊ നമ്മള് ഫസ്റ്റ് ഓഡിറ്റ് എടുത്തു, മെഡിക്കൽ റെക്കോർഡ് എടുത്തിട്ടാണ് ഡിസാസ്റ്ററിലേക്ക് വന്നത് അല്ലെ? ക്ലാസ് ഇതായ കൊണ്ടാണ്. സോറി, ക്ഷമിക്കണം. അപ്പോ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മൊഡ്യൂളിലേക്ക് കിടക്കാം. നമ്മുടെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആണോ? എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എടുത്തിട്ടില്ല. നോക്കാം, ആരെയാണെന്ന് എനിക്കറിയില്ല. നോക്കാം. ഓക്കെ, എനിവേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം. താങ്ക് യു.